ഗൈസ് നമ്മൾ അവീഫയിലെത്തി. അവാഫ കൊള്ളാം കേട്ടോ, വിചാരിച്ച സ്കീമല്ല. നൈസ്. അതും ഫുഡും നമ്മുടെ നാടൻ സ്റ്റൈൽ ഫുഡുകളൊക്കെ. എഡിൻബർഗിലോട്ട് ഷിഫ്റ്റ് ചെയ്താലോ? സ്കോട്ട്ലൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്താലോ? ആൻസർ തന്നെ നാളെ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ജോലിക്ക് കയറും. ഫുഡ് വന്നിട്ട് ബാക്കി എന്താ ഇത്? പൊറോട്ട അടച്ചു വെച്ചേക്കും. ഇതങ്ങോട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. തുറക്ക് ഗൈസ്. ഇനി എന്തോ ഒരു സാധനം കൂടെ പറഞ്ഞു. കുറച്ച് ഓരോ മീൻകറി പയ്യെ ഇതിങ്ങനെ ഒഴിക്കാനോ? ഒഴിച്ചു, മോരൊഴിച്ചു. Of course. Apami. No, Kansu. നമ്മൾ സ്കോട്ടിഷ് ബസ്സിലാണ്, എഡിൻബർഗ് ബസ്. സ്കോട്ട് മോണ്യുമെന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ. കണ്ടോ, കൊള്ളാല്ലേ? ആ കണ്ടോ, കൊള്ളാല്ലേ? ഓ, ഡാർക്ക് സീ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അടിപൊളി വ്യൂ ആകണ്ടോ? ആ വ്യൂ കണ്ടോ, സൂപ്പർ. ഇവിടെ ഇങ്ങനെ ഈ വ്യൂ നോക്കി വേണം ഒരു 4-5 മണിക്കൂർ ഇരിക്കാൻ. കിട്ടില്ല. ആരോ എന്നെ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ വിളിക്കുന്നു. ആരാ? എന്താ? ഞങ്ങൾ ഓൺലി ഫോട്ടോസ്. എഡിൻബർഗ് കാസിൽ അതോ ആ കാണുന്ന ഇത് പോളി കിടിലം വ്യൂ, രക്ഷയില്ല. ഐ ലൈക്ക് ദിസ്. സ്കോട്ട്ലൻഡ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ തന്നെ ഒരു വൈബാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് നോക്കിയാൽ ഫുൾ വ്യൂ ആണ്, ഫുൾ വ്യൂ. ആൾക്കാർ പല ഏരിയകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ട്രാവലേഴ്സാണ്. ഞങ്ങൾ സ്കോട്ട് മോണ്യുമെൻറ്റിൽ നിന്ന് നേരെ കാൾട്ടൺ ഹില്ലിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ ഒരു ഫയർ ഷോ ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്.
കാൾട്ടൺ ഹില്ലിലോട്ട് പോകുന്ന വഴി തന്നെ ടൗണിൽ തന്നെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ എൻട്രൻസിൽ കണ്ട ഒരു സെമിട്രിയാണിത്. ഞങ്ങളൊരു കൗതുകത്തിന് കയറിയതാണ്. ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ സെമിട്രി. അപ്പം ജസ്റ്റ് ഒരു പഴയ ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഇതാണ് കാൾട്ടൺ ഹില്ലിൻ്റെ ടോപ്പ്. ഇവിടുന്ന് എഡിൻബർഗ് ടൗണിലോട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതേപോലെ തന്നെ എഡിൻബർഗ് ടൗണിൻ്റെ വേറൊരു സൈഡിലോട്ടുള്ള വ്യൂ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം. അവിടെ ഈ ടൈമിൽ നല്ല ഓറഞ്ച് ഷെയ്ഡായിരുന്നു സ്കൈക്ക്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫയർ ഷോ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നത്. വളരെയധികം സ്മോക്ക്, വളരെയധികം ഫയർ. ഇത് തന്നെയാണ് പുഷ്പയുടെ ഇപ്പോഴത്തെ ഫയറിൻ്റെ കാര്യം പറഞ്ഞ പോലെയായിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു, പക്ഷെ വലുതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഇങ്ങനെ കുറേ കറക്കം എനിക്കൊന്ന് ന്യൂബീസ് ആണെന്ന് തോന്നുന്നത്. അയ്യോ, ഇനി വരുന്നത് കേട്ടിട്ട് എന്നെ ചവിട്ടിക്കൊല്ലാൻ വരുമോ. പക്ഷെ ആ ഒരു ക്ലൈമറ്റിൽ നല്ല വൈബായിരുന്നു. അധികം തണുപ്പുമില്ല, എന്നാൽ തണുപ്പുണ്ട് താനും. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഊബർ എടുത്ത് ഞങ്ങൾ കാരവാൻ പാർക്ക് ചെയ്തെടുത്തോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഗൈസ്, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു ഗൈസ്. അൻസുമോളുടെ ഫോണിൻ്റെ ചാർജ്. അൻസുമോളുടെ ഫോണിന് ഐഫോൺ. അൻസുമോളുടെ പുതിയ ഐഫോൺ. നമ്മൾ ഊബർ ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഉടനെ വരും, പ്രതീക്ഷിക്കാം. ഇനി കാരവാനിൽ ചെന്നിട്ട് പാക്കല. ഇന്ന് നമ്മൾ ഒത്തിരി കണ്ടു. അതുകൊണ്ട് വണ്ടി വന്നു. ഇത് ഞങ്ങൾ ക്ലാക്ടൺ ഹില്ലിൽ നിന്ന് താഴോട്ട് വരുമായിരുന്നു. നേരെ ടൗണിലോട്ട് പോകുന്നു വിചാരിച്ച് ടാക്സി നേരെ റൈറ്റ് അങ്ങ് എടുത്തു. നൈറ്റിൽ നല്ലൊരു വ്യൂ കാണാമെന്ന് പ്രതീക്ഷിച്ച് വരുമായിരുന്നു കാൾട്ടൺ ഹില്ലിൽ നിന്ന് താഴോട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ടൗണിനോട് താഴെ കൂടെ കണ്ട് വേറെ ഏത് വഴി കൂടെ പോയി. അപ്പം നമ്മൾ നിൽക്കുന്ന കാരവാൻ ക്യാമ്പ് സൈറ്റിലെ ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. ഒന്ന് കണ്ടോ. അപ്പം മനസ്സിലായി ഇവരുടെ ഈ ക്യാമ്പിങ്ങിൻ്റെ, ഈ കാരവാൻ്റെയും മോട്ടോർവാൻ്റെയും ഒക്കെ UK എന്ത് ടോപ്പ് നോച്ചാണ്. ഇവിടെ വന്നിട്ടുണ്ട് വാഷ് ബേസിൻ, തിരിച്ച് ഇവിടെ ഒന്നും വാഷ്റൂം, ടോയ്ലറ്റ്സ് ഓൾ വെൽ ക്ലീൻഡ്. ആകെ അതിനകത്തൊന്നും ആരും ഇരിപ്പില്ല. കണ്ടോ എന്ത് ക്ലീനാണ്. ഷവർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. കൊള്ളാം, അടിപൊളി പൊളി. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിവിടെ എത്തി. നമ്മൾ രാവിലെ എണ്ണീറ്റ് ഇവിടെ നമ്മുടെ കാരവാൻ ഇട്ടേക്കുന്നത് ഉണ്ടോ. കാരവാൻ, ഒത്തിരി കാരവാൻസ് കിടക്കുന്നത് ഇവിടെ. ഇത് അവർ രാവിലെ പോവാ അവരുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. നമ്മൾ കുറേ പേരൊക്കെ പോയി ഉണ്ടോ. ഒത്തിരി കാരവാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കാരവാൻ. ഇവർക്ക് തന്നെ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ടോയ്ലറ്റും അതും ഇതുമെല്ലാം. ഇവിടെ ഒരു ചെറിയ ക്യാസിലുണ്ട്, ഞാനത് കാണിക്കാവേ. അത് കണ്ടോ, പൊളിയല്ലേ, സൂപ്പർ. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. അതാണ് നമ്മുടെ വണ്ടി. നൈസാ. 4 സ്ലീപ്സ് 4. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാരവാൻസാണ്. നമ്മുടെ കാരവാൻ സ്ലീപ്പ് 4ആണ്, 4 പേർക്ക് കിടക്കാം. നമ്മുടെ കാരവാനെ പോലെ വേറെണ്ണം നോ, അത് സ്ലീപ്പ് 6ആണ്. അതുകൊണ്ടെണ്ണം കണ്ടോ ആ മൂലയ്ക്ക് കണ്ടത്. അതിന് ഡിഷ് TV ഒക്കെ ഉണ്ട് കണ്ടോ മേളി. TV ഉള്ള സെറ്റപ്പ് അത്. നമ്മുടെ TV ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ കുന്തങ്ങളൊന്നും കിട്ടത്തില്ല, ചാനലൊന്നും കിട്ടത്തില്ല. ഓരോരോ രീതിയിലുള്ള കാരവാൻസാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഇത്രയും വലിയൊരു സെറ്റപ്പാണ് കാരവാൻ. എല്ലാവരും ട്രിപ്പ് പോകുന്നതേ കാരവാനിൽ. എന്ത് സേഫ് അല്ലേ. നമുക്കിങ്ങനെ കാരവാൻ സ്പോട്ടുകൾ വേണമെന്നില്ല, മനസ്സിലായോ. നമ്മളിങ്ങനെ ഏതെങ്കിലും കുറച്ച് കാരവാൻ കിടക്കുന്ന ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ, പാർക്കുകളോ അവിടെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറ്റി ഇടുക. എന്നിട്ട് എപ്പോഴേലും ട്രിപ്പിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനൊരു കാരവാൻ റിസോർട്ട് അല്ല ഇങ്ങനൊരു കാരവാൻ
എന്താ സ്റ്റേ സെറ്റ് ചെയ്തിട്ട് ക്യാരവാൻ ക്ലീൻ ചെയ്യുക, തിരിച്ചു പോവുക. ക്യാരവാനിലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ക്യാരവാൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക, പോവുക. 2-3 ദിവസം റോഡിൽ എവിടെയെങ്കിലും റോഡ് സൈഡിൽ സേഫ് ആയിട്ടുള്ള ക്യാരവാൻ പാർക്കുകൾ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെയുള്ളിടത്ത് പോവുക, ക്യാരവാനിൽ അവിടെ സ്റ്റേ ചെയ്യുക. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഏരിയ എടുക്കുക. ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് ഇതുപോലുള്ള. ഇതിപ്പോൾ പെർ ഡേ 70 പൗണ്ട്സാണ് നമുക്കിതിന്. ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇൻവെർനസിലോട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ആദ്യം ഇൻവെർനസ് ചെല്ലുന്നു. അവിടുന്ന് ജോണോ അങ്ങേയറ്റം മൈലൻഡ് ഞാൻ പോയിട്ടുണ്ട്. മൈലൻഡ് മൈൽസെൻഡിൽ പോയിട്ടുണ്ട്. മൈൽസെൻഡിൽ നിന്ന് എൻ്റെ അടുത്ത അങ്ങേയറ്റം UK അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. പറയുന്ന കേട്ടോ, പേടിപ്പിച്ചിരിക്കണം. ഇവളെ പേടിപ്പിച്ചിരുത്തണം ഇവിടെ ഇപ്പം. അങ്ങോട്ടേക്കാ പോണേ. ഓക്കെ ഗൈസ്, യാത്ര തുടങ്ങിയത്. പോകുന്ന വഴി ഞങ്ങളൊരു നൈസ് സ്ഥലത്ത് ഇതേപോലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവീഫായിന്ന് വാങ്ങിച്ച ഫുഡ് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ആരും ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് ചൂടാക്കി പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് നൈസ് ഒരു സ്പോട്ടിൽ നിർത്തി കഴിക്കാൻ പോകുന്നു. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വണ്ടി നിർത്തി കഴിഞ്ഞിട്ടേ വണ്ടിയിലുള്ള ഗ്യാസ് സിലിണ്ടർ ഓണാക്കാൻ പറ്റത്തുള്ളൂ. ഓടുന്ന വഴിക്ക് ഗ്യാസ് സിലിണ്ടർ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടായാൽ പൊട്ടിത്തെറിച്ചു പോകും. 4 വഴിക്ക് പോകും വണ്ടി. അപ്പം ഗ്യാസ് സിലിണ്ടർ ഓണാക്കുന്നത് വണ്ടി നിർത്തുമ്പോൾ മാത്രം. ഇനി വണ്ടിയിൽ ഗ്യാസും കൊണ്ടാണ് നടക്കുന്നത്, ക്യാരവാൻ സേഫ് അല്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ഇല്ലാതെയും ക്യാരവാൻ യൂസ് ചെയ്യാം. ഫുഡ് ചൂടാക്കാൻ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട്. നമ്മളെ കഴിക്കാൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റൊക്കെ ഇങ്ങനെ നിന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എല്ലാം അടച്ചിട്ട് വേണം. ഗ്യാസ് ഓഫ് ചെയ്യണം. വണ്ടിയുടെ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് ലോക്ക് ചെയ്യണം. അൻസുമോളിനെ കാണിക്കും. അൻസുമോൾ പാത്രം കഴുകണം. ഗ്ലാസ് അടയ്ക്കാൻ നമ്മൾ ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പം എന്നാ പോവല്ലേ? ഇവിടെ എല്ലാം ബാക്കിയെല്ലാം ലോക്ക് ചെയ്തല്ലേ? അത് മാത്രമേ ഞാൻ തുറന്നുണ്ടായിരുന്നു. അവിടെ പുഴ ഒഴുകുന്നു. എന്താ വേറൊരു കാര്യം ചുമന്ന് കിടക്കുന്നുണ്ടോന്നറിയാം? എന്താ ചുമന്ന് കിടക്കുന്നുണ്ടോ? വണ്ടിയുടെ ഒരു പ്രത്യേക പാത്രം ചുമന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടോന്നറിയാം? എന്താന്നറിയാം ചുമന്ന് കിടക്കുന്നത്? പറ. അറിയത്തില്ല. ആലോചിച്ച് നോക്കി. എൻ്റെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഉണ്ട് ചുമന്ന് ഇങ്ങനെ കിടക്കുന്ന. എന്തോന്നറിയാം? ചെളിയോ? ഇറ്റ്സ് മർഡർ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ അപ്പുറത്തൊന്നും നമ്മൾ അടച്ചില്ലേ, നമ്മളിവിടെ ഇങ്ങനെ. എന്താ പറ്റി? അയ്യോ ശരിയാ, ഞാൻ നോക്കാം ഇപ്പം. ഓക്കെ, ഇങ്ങനെ ലോക്ക് ചെയ്യണം. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ വിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നൈറ്റ് അങ്ങനെ വിക്കിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇത് വിക്കിൽ ഞങ്ങൾ നിർത്തിയേക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.